Learn Physics Home. Chapter 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് എന്ന പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഫീൽഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫീൽഡ് എന്ന് പറയുന്ന ഒരു റീജിയനാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആ റീജിയൻ്റെ പ്രത്യേകത എന്താണ്? റീജിയനിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് അയൺ ആ റീജിയനിലേക്ക് കൊണ്ടുചെന്നാൽ ഇറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റ്. Why it attracted to the magnet? Because it experiences a force. So in the region or the space around the magnet, what happens? The iron nail experiences a force. അതുപോലെ തന്നെ ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ വേറൊരു ചാർജിനെ കൊണ്ടുവന്നാൽ ഈ കൊണ്ടുവരുന്ന ചാർജിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ ചാർജ് വെയർ എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഈ ടെസ്റ്റ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത് ഈ കൊണ്ടുവരുന്ന ചാർജിനെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാവണം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് placed at that point in the electric field. So this is the way we are defining electric field. So what is electric field? It is the force experienced by a unit positive test charge placed at that point in the electric field. So electric field എന്ന് പറഞ്ഞാൽ എന്താണ്? It is the region around a charge where a unit positive test charge will experience a force. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് നമ്മൾ Q0 എന്ന് വിളിക്കുകയാണ്. ടെസ്റ്റ് ചാർജിന് നമ്മൾ ഇട്ടേക്കുന്നതാണ് Q0. സോ E is equal to F by Q0. So this is the expression for the electric field. So this positive test charge is very small. So we can equate that we can take the value such that it is tending to 0. So the value of Q0 is very small such that it does not produce any new field. This is the expression for electric field. E is equal to F by Q0 or E is equal to limit Q0 tends to 0 F by Q0. Next we are going to see the dimensional formula of electric field. We know that E is equal to F by Q0. F is the force and Q0 is the charge. Force dimensional formula, we know that it is mLT raised to -2 and charge is AT. Therefore, the expression dimensional formula for electric field is E is equal to mLT raised to -3 A raised to -1. Also, we know that electric field is a vector quantity, means it has a direction. What is the direction? It is from positive to negative. So electric field is a vector quantity directed from positive to negative. Next we are going to derive an expression for electric field due to a point charge. So for that
let us consider a point charge Q. ക്യൂവിന് ചുറ്റും എന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഈ ക്യൂ എന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനുള്ളിലേക്ക് ഒരു ചാർജ് Q0യെ കൊണ്ടുവരികയാണ്. സോ നൗ Q and Q0 are separated by a distance r. Then what happens? We know that Q0 is a positive charge, Q is also a positive charge. So what is the direction of the force acting on Q0 due to Q? Q0 എന്ത് ചെയ്യും? Q0 tries to move away from Q. Okay, along the line joining the centers of the two charges. Then according to Coulomb's law we can write F is equal to K Q0 by R square, because Q and Q0 are separated by a distance r. Coulomb's law namakariam, it is the force between two charges. Here the charges are Q and Q. Also electric field E is equal to F by Q0, and substituting the value of F we can write E is equal to KQ by R square. That is Q0 gets cancelled and we are getting KQ by R square. Then what is K? K is electrostatic force constant and its value is 1 by 4 pi epsilon 0 is equal to 9 into 10 raised to 9. That is E is equal to 1 by 4 pi epsilon 0 Q by R square. So this is the expression for electric field due to a point charge. So electric field due to a point charge Q is E is equal to 1 by 4 pi epsilon 0 Q by R square. Next we are going to see electric lines of force. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? An electric lines of force may be defined as the curve along which a small positive test charge would tend to move when free to do so in an electric field. അതായത് ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ എങ്ങനെ മൂവ് ചെയ്യുമോ ആ മൂവ് ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു സ്മോൾ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എങ്ങനെയാണോ അതിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ ആ സ്മോൾ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എങ്ങനെയായിരിക്കുമോ മൂവ് ചെയ്യുന്നത്, ആ മൂവ് ചെയ്യുന്ന വേ അല്ലെങ്കിൽ ആ കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പോയിൻറ്റിന് ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് ആ പോയിൻറ്റിലെ ഡയറക്ഷൻ കിട്ടും. Next we will see some properties of electric lines of force. First one, every line of force starts from a positive charge at one end and terminates on a negative charge at the other end. That means lines of force start ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലായിരിക്കും. Then second one, two lines of force will never intersect each other. രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്? അങ്ങനെ വരച്ചാൽ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദർ വിൽ ബി ടു ഡയറക്ഷൻസ് ഫോർ സെയിം ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് ഇംപോസിബിൾ. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിന് ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ കിട്ടും. അപ്പോൾ രണ്ട് ടാൻജൻറ്റ് നമ്മൾ വരയ്ക്കും. ദാറ്റ് മീൻസ് ദർ ആർ ടു ഡയറക്ഷൻസ് ഫോർ ഇലക്ട്രിക് ഫീൽഡ്. രണ്ട് ടാൻജൻറ്റും രണ്ട് ഡയറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദർ ആർ ടു ഡയറക്ഷൻസ് ഫോർ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഇംപോസിബിൾ. തേർഡ് വൺ, ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് എനി ബ്രേക്സ്.
ബ്രേക്ക് ഒന്നും ഇല്ലാതെ ഒരു കണ്ടിന്യൂസ് കർവ്സ് ആയിട്ടായിരിക്കും നമുക്ക് ലൈൻസ് ഓഫ് ഫോഴ്സ് കിട്ടുന്നത്. ഫോർത്ത് വൺ, ദേ ആർ ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. എപ്പോഴും സർഫസിന് നോർമലായിട്ടായിരിക്കും അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, നോ ഫീൽഡ് വിൽ പാസ് ത്രൂ എ കണ്ടക്ടർ. This means that inside a conductor the electric field is zero. കണ്ടക്ടറിന് ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. This is the meaning that no field will pass through a conductor. Okay, these are the properties of electric lines of force. Thank you.